വളരെ സംഭവബഹുലമായ ഒരു വർഷം 2023 നമ്മെ വിട്ട് പുറമോട്ട് പോയി. നാം മുൻപോട്ട് വന്ന് 2024 പ്രവേശിച്ചു. കഴിഞ്ഞ രാത്രിയിൽ പുതുവർഷ പ്രവേശനത്തിനായി അനേക സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടപ്പോൾ അനേക സഹോദരങ്ങളുടെ വായിൽ നിന്ന് ഉതിർന്നത്, കർത്താവ് നടത്തുന്ന പാതയിൽ എല്ലാം യേശുവിനോടൊപ്പം സഞ്ചരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ പല വ്യക്തികളെ ദൈവം ഭൂമിയിൽ കണ്ടെത്തിയ ദൈവത്തിൻ്റെ വലിയ മഹാദയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിനെ പിൻപറ്റുക, അവൻ പോകുന്നിടത്തൊക്കെ പോവുക, അതൊരു വലിയൊരു ടാസ്ക്കാണ്. അതിൻ്റെ ആഴം മനസ്സിലാക്കിയിട്ട് ചിലർ പറയുന്നവരുണ്ട്, ഒരു ഭംഗിവാക്കായി പറയുന്നുണ്ട്. സാക്ഷ്യങ്ങൾക്കും ഭംഗിവാക്കുകളുണ്ടല്ലോ, അങ്ങനെയും പറയുന്നവരുണ്ട്. ആ തരുണത്തിൽ എൻ്റെ ഓർമ്മയിൽ വന്നത്, യേശു തൻ്റെ ശിഷ്യന്മാരുമായി തൻ്റെ യാത്രയെക്കുറിച്ച് സംസാരിക്കവേ ഒരിക്കൽ പത്രോസ് യേശുവിനോട് ചോദിച്ചു, ഗുരു, നീ എവിടേക്കാണ് പോകുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 36-ാം വാക്യം. കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന് യേശു അവന് കൊടുത്ത മറുപടി, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്കിപ്പോൾ വരാൻ അനുഗമിക്കുവാൻ കഴിയുകയില്ല പത്രോസേ, എന്നാൽ പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും എന്ന് യേശു അവനോട് മറുപടി പറഞ്ഞു. പത്രോസിന് ആ മറുപടി അത്ര മനസ്സിലായില്ല. കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ പത്രോസ് ആവശ്യപ്പെട്ടു. പത്രോസ് യേശുവിനോട് അടുത്ത വാക്യം ചോദിക്കുകയാണ്, കർത്താവേ, ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിക്കുവാൻ കഴിയാത്തതെന്ത്? ഞാൻ എൻ്റെ ജീവനെയും നിനക്ക് വെച്ച് കളയും. അങ്ങനെ ഒരു തീരുമാനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിക്കുവാൻ കഴിയില്ല എന്ന് നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവ് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നിൻ്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ച് കളയുവാൻ നീ സന്നദ്ധമാണെന്ന് നീ പറഞ്ഞല്ലോ. നീ അങ്ങനെ ചെയ്യുമോ? ആമീൻ, ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുവോളം കോഴി കൂവുകയില്ല എന്ന് മറുപടി പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം ഈ കേട്ട വചനത്തിൽ നിന്ന്, ഇപ്പോൾ എന്നെ അനുഗമിക്കുവാൻ നിനക്ക് കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം, കോഴി കൂകുന്നതിന് മുമ്പ് പത്രോസ് തള്ളിപ്പറയുന്ന 3 പ്രാവശ്യത്തെ തള്ളിപ്പറച്ചൽ. പത്രോസിൻ്റെ മുൻപിൽ വരുവാൻ പോകുന്ന ജീവൻ വെച്ചുള്ള അഗ്നി പരീക്ഷയെക്കുറിച്ച് ബോധ്യമില്ലാതിരുന്ന പത്രോസ്, അവനറിയില്ല, അത്രയും വിശകലനമായി പത്രോസ് ചിന്തിച്ചില്ല. യേശു അങ്ങനെയുള്ള ഒരു കഷ്ടത്തിലേക്ക് പോകുന്നു, അവിടെ എനിക്ക് കടന്നു പോകുവാൻ കഴിയുകയില്ല എന്ന് പത്രോസ് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ അറിഞ്ഞും അറിയാതെയും പലപ്പോഴും കർത്താവിനെ പിൻഗമിക്കും എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആഴത്തിൽ അങ്ങേപ്പുറത്തിരുന്ന് നമ്മുടെ ഹൃദയം, പരമാർത്ഥതയുടെ ഹൃദയം നമ്മെ അഭിനന്ദിക്കും. പക്ഷെങ്കിൽ നമുക്ക് സാധ്യമല്ല എന്ന് പറയുന്നതായ ഒരു ശബ്ദം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് നാം മറന്നു കളയരുത്. ഈ തരുണത്തിൽ ഞാനൊരു കഥ ഓർത്തു വരുന്നു. ഇന്നേക്ക് ഏതാണ്ട് 200 വർഷത്തിന് മുൻപ് നമ്മുടെ ഇന്ത്യയുടെ മേഘാലയ സ്റ്റേറ്റിൽ ഗാരോ ഹിൽസിൽ, അല്ലെങ്കിൽ ആ ഗാരോ ഗോത്രവർഗക്കാരുടെ ഇടയിൽ ഒരു വലിയ സംഘമുണ്ടായിരുന്നു. അവരുടെ പ്രധാന തൊഴിൽ വേട്ടയാടുന്ന ഒരു ജോലിയാണ്. അവരുടെ മുൻപിൽ ഒരു ശത്രുക്കൾ വന്നാൽ, ഒരു ഇര വന്നാൽ, വളരെ ഉന്നം പിഴയ്ക്കാതെ അവരുടെ ആദ്യത്തെ അമ്പിൽ തന്നെ ആ ശത്രുവിൻ്റെ തല അറ്റുപോകും. അത്രയ്ക്ക് സൂക്ഷ്മതയോടുകൂടി അമ്പെയ്യുവാൻ വിദഗ്ധരായ ഒരു ഗോത്രവർഗം. ആ ഗോത്രത്തെ വിളിക്കുന്നത് ഗാരോ വർഗമെന്നാണ്. അവരുടെ ഇടയ്ക്ക് ആംഗ്ലോ അമേരിക്കൻ മിഷണറി ഗ്രൂപ്പിൽപ്പെട്ട ബാപ്റ്റിസ്റ്റ് മിഷണറിമാർ അമേരിക്കയിൽ നിന്ന് വന്ന് മേഘാലയയിൽ മുഴുവനും സ്നേഹസമ്പന്നനായ യേശുവിനെക്കുറിച്ച് അവിടെ സുവിശേഷിക്കുകയുണ്ടായി. ആ ഗോത്രവർഗക്കാർ പൊടുന്നനവേ യേശുവിനെ അവർ നിരാകരിച്ചു, അവർ ത്യജിച്ചു കളഞ്ഞു. എന്നാൽ ആ ഗോത്രവർഗം ഒന്നടങ്കം യേശുവിനെ വിട്ടുകളഞ്ഞു, അംഗീകരിക്കുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ട് മിഷണറിമാർ പുറമോട്ട് പോയില്ല.
സ്നേഹസമ്പന്നനായ യേശുവിൻ്റെ സ്നേഹത്തെ ധാരധാരയായി അവരുടെ ജീവിതത്തിലേക്ക് ഒഴുക്കി കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരാത്മാവിനെയെങ്കിലും അവിടെ നിന്ന് ലഭിക്കും എന്നവർക്ക് നിശ്ചയം പരിശുദ്ധാത്മാവ് കൊടുത്തു. അങ്ങനെ നോക്സിംഗ് എന്ന് പറയുന്ന ഒരു യുവാവ് യേശുവിനെ ശ്രദ്ധിക്കുവാൻ തുടങ്ങി, കർത്താവിനെക്കുറിച്ച് കേൾക്കുവാൻ തുടങ്ങി. അവൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം കടന്നു വന്നു. അവന് ഭാര്യയും 2 മക്കളുമുണ്ട്. കർത്താവിനെ നോക്സിംഗ് അംഗീകരിച്ചു, ക്രിസ്ത്യാനിയായി എന്ന വാർത്ത ആ ഗാരോ വർഗത്തിൻ്റെ ഇടയിലെല്ലാം, ഗോത്രത്തിലെല്ലാം കേൾവിയായി. വലിയ പ്രശ്നം. ഗോത്രത്തലവൻ ഇടപെട്ടു. നോക്സിങ്ങിനെ പല പ്രാവശ്യം മുടദോഷിച്ചു. നിന്റെ മരണത്തിലേക്കുള്ള യാത്രയാണ് നീ ചെയ്യുന്നത്. യേശുവിനെ സ്വീകരിക്കുവാൻ നിനക്ക് ആഹ്വാനം തരുന്നു. ഇല്ലായെങ്കിൽ നീയും നിന്റെ കുടുംബവും മരിക്കും. പ്രൈസ് ദി ലോർഡ്. നോക്സിംഗ് ഭവനത്തിൽ വന്നു. അവർ സ്വീകരിച്ച കർത്താവിനെക്കുറിച്ച് ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട് ആലോചിച്ചു. പൊടുന്നനവേ ഗോത്രവർഗക്കാർ കൂടി സംഘം ചേർന്നുകൊണ്ട് നോക്സിങ്ങിനെയും കുടുംബത്തെയും ഒരു തെരുവിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് ഉയരമുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ നിർത്തിക്കൊണ്ട് ആ നാട്ടുകാരെല്ലാവരും കൂടിയിരുന്ന സമൂഹത്തിൽ വെച്ച് ഗോത്രത്തലവൻ നോക്സിങ്ങിനോട് ചോദിച്ചു, അവസാന സമയമാണ്, നിന്റെ ജീവൻ വേണമെങ്കിൽ നീ യേശുവിനെ തള്ളിപ്പറയണം. നോക്സിങ് തയ്യാറായില്ല. ഞാൻ യേശുവിൻ്റെ പിൻപേ പോകും, ഞാൻ കർത്താവിനായി എൻ്റെ ജീവൻ വയ്ക്കും എന്നുള്ളതായ ദൃഢനിശ്ചയം അവൻ അവരെ അറിയിച്ചു. എന്നാൽ നോക്കൂ, അവൻ അവൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. അവൻ പറഞ്ഞു, നോക്സിങ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കൂടെ ആരും വന്നില്ലെങ്കിലും, ഞാൻ തനിയെ പോകേണ്ടി വന്നിരുന്നാലും ശരി, ഞാൻ യേശുവിനെ പിൻപറ്റും. ദൈവത്തിന് സ്തോത്രം. ഭാര്യയും ആ വാക്കേറ്റ് പറഞ്ഞു. വീണ്ടും ആ ഗോത്രത്തലവൻ അവസാന വാണിംഗ് അദ്ദേഹത്തിന് കൊടുത്തു. നോക്സിങ് പുറമോട്ട് പോയില്ല. ഞാൻ യേശുവിനെ പിൻപറ്റും എന്ന് ഒരു ദൃഢനിശ്ചയം അവനെടുത്തു. എന്തിനു പറയുന്നു? നിമിഷ നേരത്തിനകം അവൻ്റെ 2 കുഞ്ഞുങ്ങളെയും അവൻ്റെ കൺമുമ്പിൽ വെച്ച് അവരെ അമ്പെയ്ത് കൊന്നുകളഞ്ഞു. അവൻ വളരെ സങ്കടത്തോടു കൂടി അത് നോക്കിയെങ്കിലും ആ കുഞ്ഞുങ്ങൾ യേശുവിനേക്കാൾ വിലയേറിയതായി അവൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടില്ല. അതിനുശേഷം അവർ വീണ്ടും അവനോട് പറഞ്ഞു, ഇത് നിനക്ക് അവസാനത്തെ അവസരമാണ്. ഇനിയും നീ കർത്താവ് യേശുവിനെ പിന്തള്ളി പറയുന്നുണ്ടെങ്കിൽ നിനക്ക് ജീവനോടിരിക്കാം, ഇല്ലെങ്കിൽ നിൻ്റെ ഭാര്യയും അടുത്തപടിയെ കൊല ചെയ്യുവാൻ പെടുത്തുന്നു. അവൻ വീണ്ടും ഏറ്റുപറഞ്ഞു, നോ, ഞാൻ യേശുവിനെ തന്നെ പിൻപറ്റും. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കൺമുമ്പിൽ വെച്ച് അവൻ്റെ ഭാര്യയെയും അവർ കൊല ചെയ്തു. അവസാനമായി അവനും അമ്പിൻ്റെ വായ്ത്തലയ്ക്ക് തെറ്റി ഒഴിയാതെ കർത്താവിനായി ജീവൻ കൊടുത്തു. അവൻ പോകുന്നതിന് മുൻപ്, മരിക്കുന്നതിന് മുൻപ് പാടിയ പാട്ടാണ് ഐ വിൽ ഫോളോ മൈ ജീസസ് വെയർ എവർ ഹി ഗോസ്. ഞാൻ യേശുവിൻ്റെ പിൻപേ അവൻ പോകുന്നിടത്തൊക്കെയും പോകും. യേശുവിൻ പിൻപേ പോകുന്ന ഇതാ ഞാൻ, പിന്മാറാതെ ഞാൻ മാറാതെ എന്നുള്ള ഗാനം അവൻ പാടിയ പാട്ടിൻ്റെ മലയാള തർജ്ജമയാണ്. നമുക്കതിപ്പോൾ കേൾക്കാം. യേശുവിൻ പിൻപേ പോകും
പ്രൈസ് ദി ലോർഡ്. ആ നോക്സിംഗ് എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ യോദ്ധാവ് 200 വർഷത്തിന് മുൻപ് താൻ മരണത്തിലേക്ക് പോകുവാൻ നടകൊള്ളുവാൻ ചുവട് വെച്ചപ്പോൾ താൻ സ്വയമായി തൻ്റെ ഹൃദയത്തിൽ നിന്നും തൻ്റെ നാവിൽ കോറിയിട്ട വാചകങ്ങൾ, ലോകം എൻ്റെ പിൻപിലാണ്, സൗഭാഗ്യങ്ങൾ എൻ്റെ പിൻപിലാണ്, എൻ്റെ മുൻപിൽ ഞാൻ കാണുന്നത് ക്രൂശാണ്. അരിമനാഥൻ എനിക്ക് വേണ്ടി വഹിച്ചുകൊണ്ട് ഗോൽഗോഥ മലയിലേക്ക് കയറിയതായ ആ കുരിശിനെ ഞാൻ കാണുന്നു. എൻ്റെ പാപത്തിന് വേണ്ടി, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, സകല ലോകത്തിനു വേണ്ടി അവൻ ആ ഗോൽഗോഥ മലയിൽ ആ കാലുകളിലും കൈകളിലും ആണികളാൽ തറയ്ക്കപ്പെട്ടു താൻ മരണം വരിച്ചതായ ആ അവസ്ഥ
അവൻ്റെ മുൻപിൽ കണ്ടുകൊണ്ട് പാടിയ ഗാനങ്ങളുടെ ഈരടികളാണ് നാം കേട്ടത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കൊരു സന്ദേശം തരുന്നത്, നമ്മുടെ മുൻപിൽ ഒരു ക്രൂശിനെ കണ്ടുകൊണ്ട് വേണം ഞാൻ യേശുവിൻ്റെ പിൻപേ പോകും എന്ന് പറയുന്നത്. ഒരാവേശത്തിനോ ഒരു ഭംഗി വാക്കോ പറയുകയല്ല. നമുക്ക് മുൻപിൽ വരും കാലങ്ങളിൽ കാത്തിരിക്കുന്നത് ക്രൂശിൻ്റെ പാതയാണ്. കർത്താവിന് വേണ്ടി നീ സകലതും ഛേദമെന്നെണ്ണുവാൻ ഒരു സന്നദ്ധനായ ഒരു പോരാളിയാണെങ്കിൽ മാത്രമേ പത്രോസ് പറഞ്ഞതുപോലെ നീ എവിടെ പോയിരുന്നാലും ഞാൻ നിന്നെ പിൻപറ്റും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, നാം കർത്താവിനെ തള്ളിപ്പറയുന്നതായ ഒരു സാഹചര്യം, 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതായ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിനെ പരിഹരിച്ച് മുൻപോട്ട് പോകുമെങ്കിൽ കർത്താവ് പത്രോസിനോട് പറഞ്ഞതുപോലെ പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും. ഗോഡ് ബ്ലെസ് യു.